സിംഹവും ശപിക്കപ്പെട്ട നദിയും. ഒരു കൊടുങ്കാട്ടിൽ ഷേർ സിംഗ് ഭരിച്ചിരുന്നു. അതേ കാട്ടിൽ മനോഹരമായ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. കാട്ടിലെ മൃഗങ്ങളായാലും മനുഷ്യരായാലും എല്ലാവരും അതേ നദിയിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. ഒരു ദിവസം ഗോരിയാട് നദിയിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കുകയായിരുന്നു. പെട്ടെന്നവൾ നിലവിളിച്ചു, ആ രക്ഷിക്കൂ! നിമിഷങ്ങൾക്കുള്ളിൽ ഗോരിയാട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിറ്റേന്ന് ബോലുകുരങ്ങൻ ഗൗരിയാടിനെ അന്വേഷിക്കുന്നു. ഗൗരിയെ കാണാതെ ബോലുകുരങ്ങൻ വിഷമിക്കുന്നു. ഇന്നലെ മുതൽ ആ സഹോദരി ഗൗരിയെ കണ്ടിട്ടില്ലല്ലോ. അവൾക്ക് അസുഖം വല്ലതുമായിരിക്കുമോ? എന്തായാലും സഹോദരി ഗൗരിയുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ബോലുകുരങ്ങൻ ആടിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഗൗരിയെ കാണാനില്ല. സഹോദരി ഗൗരി വീട്ടിലില്ലെങ്കിൽ പിന്നെ എവിടെ പോയതാകും? ഇതിനു മുൻപ് സഹോദരി ഗൗരി ഇതുപോലെ പറയാതെ ഒരിടത്തും പോയിട്ടുമില്ല. ബോലുകുരങ്ങൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നട്ടുമുയൽ പോകുന്നത് കാണുന്നു. ഏയ് നട്ടു സഹോദര, ഒന്ന് നിൽക്ക്, എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. എന്തു പറ്റി ഭോലു സഹോദര? എന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എല്ലാം നന്നായി പോകുന്നുണ്ടോ? അതെ സഹോദര, നട്ടു എല്ലാം ഓക്കെയാ. ആ ഗൗരി സഹോദരിയെ ഇന്നലെ മുതൽ കാണുന്നില്ല. ഗൗരിയുടെ വീട്ടിലും പോയി നോക്കി, പക്ഷെ അവള് വീട്ടിലുമില്ല. എന്താ, നീ ഗൗരിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? സഹോദര, ഞാനും ഇപ്പോഴാ ഓർത്തത്. ഗൗരിയെ ഇന്നലെ മുതൽ ഞാനും കണ്ടിട്ടില്ല. നീയും ഗൗരിയെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഗൗരി എവിടെ പോയതായിരിക്കും? നൈനമാൻ, ചമ്പക്കുറുക്കൻ, രാമു അമ്മാവൻ, ചിലപ്പോൾ അവർക്ക് സഹോദരി ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരിക്കും. പിന്നീട് കുരങ്ങനും നട്ടുമുയലും രാമു അമ്മാവന്റെയും നൈനമാനിന്റെയും ചാമ്പാക്കുറുക്കന്റെയും അടുത്തേക്ക് പോയി ഗൗരിയാടിനെ കുറിച്ച് ചോദിക്കുന്നു. അവർക്കും ഗൗരിയാടിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനും സഹോദരി ഗൗരിയെ ഇന്നലെ മുതൽ കണ്ടിട്ടില്ല. അവസാനമായി ഞാൻ അവളെ നദിയിൽ വെള്ളം കുടിക്കാൻ പോകുന്നതാ കണ്ടത്. അതെ, ഞാനും അവസാനമായി അവൾ വെള്ളം കുടിക്കാൻ നദിയിലേക്ക് പോകുന്നതാ കണ്ടത്. ആ ദിവസത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേയില്ല. ഇത് വളരെ ചിന്തനീയമായ കാര്യമാണ്. അടുത്ത ദിവസം നൈനമാനും നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോൾ ആ രക്ഷിക്കൂ! നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നൈന ആട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഗൗരി ആടിന്റെയും നൈനമാനിന്റെയും തിരോധാനം കാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതുപോലെ വെള്ളം കുടിക്കാൻ പോയ മറ്റ് പല മൃഗങ്ങളും കാണാതാകുന്നു. നദി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പതിയെ പതിയെ കാട് മുഴുവൻ പരക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അയ്യോ, ആ നദി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമാണോ? ആര് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയാലും അവരെല്ലാം അപ്രത്യക്ഷമാകുന്നു. അതെ, ഞാനും കേട്ടത് ആ നദി ശപിക്കപ്പെട്ടതാണെന്നാണ്. നോക്കൂ സഹോദരന്മാരെ, അറിയാതെ പോലും ആ നദിയുടെ അടുത്തേക്ക് പോകരുത്. ശപിക്കപ്പെട്ട നദി എന്ന പേടികൊണ്ട് ആരും ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകാറില്ല. പതുക്കെ പതുക്കെ ആ വാർത്ത ഷേർ സിംഗിന്റെ അടുത്തുമെത്തുന്നു. എന്താ, ആ നദി ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്നോ? പക്ഷെ എങ്ങനെ? ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ പെട്ടെന്ന് എങ്ങനെയാ ഇത് ശപിക്കപ്പെട്ടതായത്? അതെ മഹാരാജാവേ, ആ കാര്യം സത്യമാണ്. നദി ശപിക്കപ്പെട്ടിരിക്കുന്നു. നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകുന്നവരെല്ലാം അപ്രത്യക്ഷമാകുന്നു. ഗൗരിയാട്, നൈനമാൻ, ആർക്കറിയാം നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ എത്ര മൃഗങ്ങൾ അപ്രത്യക്ഷമായെന്ന്. മഹാരാജാവ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താലും ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും ദാഹം കൊണ്ട് മരിക്കും. നമുക്ക് എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. കല്ലുച്ചെന്നായെ, നീ ഇന്ന് തന്നെ നദിയിൽ പോയി നദി ശപിക്കപ്പെട്ടതാണോ എന്ന് അന്വേഷിക്ക. താങ്കൾ ഇതെന്താണ് പറയുന്നത്? ഞാൻ നദിയിലേക്ക് പോകണമെന്നാണോ? താങ്കൾ കണ്ടതല്ലേ നദി ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. എന്നിട്ടും താങ്കൾ എന്നെ നദിയിലേക്ക് പറഞ്ഞയക്കുകയാണോ? അതെ, അതിനെന്താണ്? നിങ്ങൾ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ജോലിയുമാണ്. എത്രയും വേഗം പോയി എന്നെ വിവരങ്ങൾ അറിയിക്കുക. ഈ സിംഹം എന്നെ വെറുതെ വിടില്ല. ഇനി ഞാൻ എങ്ങനെ അയാളെ പറഞ്ഞു മനസ്സിലാക്കും? എനിക്കാകെ പേടി തോന്നുന്നു. വിവരങ്ങൾ അറിയാൻ കല്ല് ചെന്നായ നദിയിലേക്ക് പോകുന്നു. പക്ഷേ പാതി വഴിയിൽ അവൻ തിരിച്ചു വരുന്നു. സിംഹം കല്ല് ചെന്നായെ കണ്ടതും, പറയൂ, എന്ത് വിവരമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കല്ലു? എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? മഹാരാജാവേ, ഞാൻ വിവരങ്ങൾ തിരക്കാൻ നദിയിലേക്ക് പോയപ്പോ നട്ടുമുയൽ നദിയിൽ നിന്നും വെള്ളം കുടിക്കുന്നത് കണ്ടു. ഞാൻ അവനെ തടയാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല. നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ എന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. മഹാരാജാവേ, ആ നദി ശരിക്കും ശപിക്കപ്പെട്ടത് തന്നെയാ. എന്താ, നട്ടുമുയലും അപ്രത്യക്ഷനായോ? ഇതെന്താണ് സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. തന്റെ ജീവൻ അപകടത്തിലാക്കി ഈ സിംഹം നദിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്ലുവിന്റെ വാക്കുകളാൽ എല്ലാവരും മനസ്സിൽ നദിയെക്കുറിച്ച് പേടിയുണ്ടാകുന്നു. അതേസമയം ചെന്നായ തന്റെ ഗുഹയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇതിപ്പോ തുടക്കം മാത്രമാണ്. യഥാർത്ഥ രസം ഇനിയാ തുടങ്ങുന്നത്. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം.
ഗൗരിയാട്, നൈനമാൻ, നട്ടുമുയൽ ഇവർ ചെന്നായിയുടെ തടവിലാകുന്നു. ചെന്നായ സന്തോഷിക്കുന്നത് കണ്ട് അവർ പറഞ്ഞു, അല്ല ചെന്നായി, നീ എത്ര വേണമെങ്കിലും സന്തോഷിക്കൂ. ഇതെല്ലാം നിന്റെ ഗൂഢാലോചനയാണെന്ന് സിംഹത്തിന് മനസ്സിലാകും. കല്ലു ചെന്നായ, ഞങ്ങളെ തടവിലാക്കി നീ നിന്റെ മരണം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. അവൻ സിംഹമാണ്, കാട്ടിലെ രാജാവ്. ഇന്നുവരെ അവന്റെ കണ്ണിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നീ എങ്ങനെ? നീ എത്ര വേണമെങ്കിലും ചിരിച്ചോ. നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഈ സിംഹം സിംഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ മറ്റൊരു കാട്ടിൽ വിൽക്കും. അവിടുത്തെ മൃഗങ്ങൾ എന്നെ രാജാവാക്കി മാറ്റും. രാജാവാകാൻ വേണ്ടി നീ ഞങ്ങളെ വേറൊരു കാട്ടിൽ വിൽക്കുകയാണോ? ഇതെല്ലാം നീയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ ഷേർസിംഗ് രാജാവ് നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. നിങ്ങളെ ആര് രക്ഷിക്കുമെന്ന? അതിനു മുൻപേ നിങ്ങളെ മറ്റൊരു കാട്ടിൽ കൊണ്ടുപോയി വിൽക്കും ഞാൻ. എന്നിട്ട് എല്ലാ കുറ്റവും രാമു അമ്മാവന്റെ തലയിൽ വരും. ശരി, ഇനി മതി മതി. നിങ്ങൾ ഇവിടെ വിശ്രമിക്കേ, ഞാൻ പോകുന്നു. കല്ലു ചെന്നായ തന്റെ ഗുഹയുടെ വാതിൽ അടച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. ശരിക്കും ഈ കല്ലു ചെന്നായ വളരെ വൃത്തികെട്ട കളിയാ കളിച്ചത്. സിംഹം വിഷമിച്ച് തന്റെ ഗുഹയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. താങ്കൾ വിഷമിക്കേണ്ട, അങ്ങ് രാജാവല്ലേ. അങ്ങയുടെ പക്കൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. ഇതിനും എന്തെങ്കിലും ഒരു പരിഹാരം അങ്ങ് സ്വയം കണ്ടെത്തും. ഞാൻ സ്വയം നദിയിൽ പോയി വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ മനസ്സിലാകും മൃഗങ്ങൾ എവിടേക്കാ അപ്രത്യക്ഷമാകുന്നതെന്ന്. താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ സ്വയം നദിയിലേക്ക് പോകുന്നോ? വേണ്ട മഹാരാജാവേ, ഞാൻ അങ്ങേ പോകാൻ അനുവദിക്കില്ല. താങ്കൾ കണ്ടില്ലേ, ആര് നദിയിലെ വെള്ളം കുടിക്കാൻ പോയാലും തിരിച്ചു വരാറില്ല. അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ പ്രിയേ, നീ ഒരു കാരണവുമില്ലാതെയാണ് എന്നെക്കുറിച്ച് വിഷമിക്കുന്നത്. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞിട്ട് സിംഹം തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് നദിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ കല്ലു ചെന്നായ സിംഹം നദിയിലേക്ക് പോകുന്നത് കണ്ടു. ഷേർസിംഗ് തന്നെ അത് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. അയാൾ അത് കണ്ടെത്തുന്നതിന് മുൻപ് എനിക്ക് എന്റെ അടുത്ത നീക്കം നടത്തണം. കല്ലു ചെന്നായ അവിടെ നിന്നും പോകുന്നു. അതേസമയം കല്ലു ചെന്നായ മൃഗങ്ങളുടെ എല്ലുകൾ രാമുക്കരടിയുടെ വീടിന് പുറത്ത് ഉപേക്ഷിച്ച് തന്റെ ഗുഹയിലേക്ക് പോകുന്നു. അവിടെ ഷേർസിംഗ് നദിയുടെ അടുത്ത് കുറച്ചുനേരം നിന്നതിന് ശേഷം നദിയിലെ തണുത്ത വെള്ളം കുടിക്കുന്നു. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ഷേർസിംഗ് തിരിച്ചു തന്റെ ഗുഹയിലേക്ക് വരുന്നു. ഇതിനർത്ഥം കാര്യം വേറെന്തോ ആണെന്നാണ്. അടുത്ത ദിവസം ബല്ലു ജിറാഫും ജമണ്ടു ആനയും രാമു അമ്മാവന്റെ വീടിന് പുറത്ത് എല്ലിൻ കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ടു. നിൽക്കൂ ജമണ്ടു സഹോദര, ഇത് നോക്കൂ, എല്ലുകൾ. അതെ, ഈ എല്ലുകൾ രാമു അമ്മാവന്റെ വീടിന് പുറത്തോ? അതിനർത്ഥം മൃഗങ്ങൾ അപ്രത്യക്ഷമാകുന്നതിൽ രാമു അമ്മാവന് പങ്കുണ്ടെന്നല്ലേ? അപ്പോൾ കൂടുതൽ ആളുകൾ അവിടെ തടിച്ചുകൂടുന്നു. എല്ലാവരും രാമുക്കരടിയെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ കാണുന്നു. അതിനർത്ഥം രാമു അമ്മാവനാണ് എല്ലാ മൃഗങ്ങളെയും അപ്രത്യക്ഷമാക്കുന്നത്. അയാൾക്ക് വളരെ കടുത്ത ശിക്ഷ തന്നെ നൽകണം. ശരിയല്ലേ കൂട്ടുകാരെ? രാമു അമ്മാവ, പുറത്തേക്ക് വരൂ. അപ്പോൾ രാമുക്കരടി പുറത്തേക്ക് വരുന്നു. എല്ലാ മൃഗങ്ങളും അദ്ദേഹത്തെ പിടികൂടി ഷേർസിംഗിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മഹാരാജാവേ, എല്ലാ മൃഗങ്ങളും അപ്രത്യക്ഷമാകുന്നതിന്റെ പുറകിൽ രാമു അമ്മാവനാ. നമ്മൾ ഇദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് എല്ലിൻ കഷ്ണങ്ങളുടെ കൂമ്പാരം കണ്ടിരിക്കുന്നു. മഹാരാജാവേ, ഇതെല്ലാം കള്ളമാണ്. ഞാൻ അങ്ങയുടെ ആശ്രിതനാണ്. ഞാൻ നിരപരാധിയുമാണ്. എനിക്കറിയില്ല ഇതൊക്കെ ആരാ ചെയ്തതെന്ന്. രാമു അമ്മാവ, എല്ലുകൾ നിങ്ങളുടെ വീടിന് പുറത്തു നിന്നാ കിട്ടിയത്. നിങ്ങളാണ് കുറ്റക്കാരൻ. സൈനികരെ, ഇവരെ പിടികൂടി തടവിലാക്ക്. മഹാരാജാവേ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നെ അങ്ങ് വിശ്വസിച്ചാലും. ഷേർസിംഗിന്റെ നിർദ്ദേശപ്രകാരം അയാളെ സൈനികർ തടവിലാക്കുന്നു. എല്ലാവരുടെ ഇടയിൽ നിന്നിരുന്ന കല്ലു ചെന്നായ മനസ്സിൽ സന്തോഷിക്കുന്നു. രാത്രിയിൽ ഷേർസിംഗ് ബോലുകുരങ്ങൻ, ഗിന്നി എണ്ണാൻ, ചീക്കു എലി എന്നിവരെ വിളിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ നിങ്ങളെ എന്തിനാ ഇവിടെ വിളിപ്പിച്ചതെന്ന്. അതെ മഹാരാജാവേ, നമുക്കും തോന്നിയിരുന്നില്ല രാമു അമ്മാവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഉറപ്പായും വേറെ ആരോ ആണ്. അവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശപിക്കപ്പെട്ട നദി, രാമു അമ്മാവൻ, ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ വേറെ ആരോ കളിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ നമുക്ക് ഈ ജോലി ചെയ്യണം. രാത്രിയായപ്പോൾ ഷേർസിംഗ്, ഗിന്നി എണ്ണാൻ, ചിക്കു എലി എന്നിവർ ഒരു മരത്തിന് പുറകിൽ ഒളിക്കുന്നു. ബോലുകുരങ്ങൻ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ കല്ലു ചെന്നായ വന്ന് ബോലുകുരങ്ങനെ പിടിച്ച് ചാക്കിലാക്കി തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഗൗരിയാട്, നൈനമാൻ, നട്ടുമുയൽ ഇവരെയെല്ലാം കണ്ട് ബോലുകുരങ്ങൻ അതിശയിക്കുന്നു. കല്ലു ചെന്നായേ, ഇതിന്റെ എല്ലാം പുറകിൽ നിന്റെ കൈയാണോ? എന്നാൽ ഇപ്പോൾ നിന്റെ കളി അവസാനിച്ചു. അങ്ങോട്ട് നോക്ക്. എനിക്ക് നിന്നെ മുൻപേ തന്നെ സംശയമുണ്ടായിരുന്നു. നീ പറഞ്ഞില്ലേ നിന്റെ കൺമുന്നിൽ വെച്ച നദിയിൽ നിന്ന് നട്ടു അപ്രത്യക്ഷമാകുന്നത് കണ്ടുവന്ന്. പക്ഷേ ഞാൻ നിന്നെ കൈയോടെ പിടിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അതാ ഇത്രയും വൈകിയതും. മഹാരാജാവേ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് തെറ്റുപറ്റി. ഇതെല്ലാം ഞാൻ രാജാവാകാനുള്ള അത്യാഗ്രഹം കൊണ്ട് ചെയ്തു പോയതാ. ആ കള്ള ചെന്നായെ പിടിക്ക്. എന്നിട്ട് അവനെ കൊണ്ടുപോയി ജയിലിലിട്.
അതോടൊപ്പം എല്ലാ മൃഗങ്ങളെയും രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുപോകും. സിംഹം രാമുക്കരടിയെ പുറത്തിറക്കുന്നു. രാമു അമ്മാവ, എന്നോട് ക്ഷമിക്കൂ. ശരിയായ കുറ്റവാളിയെ പിടിക്കുവാൻ വേണ്ടിയിട്ടാ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത്. എല്ലാ മൃഗങ്ങളും രാമുക്കരടിക്കും സിംഹത്തിനും ജയ് വിളിക്കുന്നു. മഹാരാജാവ് ജയിക്കട്ടെ! മഹാരാജാവ് ജയിക്കട്ടെ! നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.